എല്ലാവർക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഒരു 2 മാസം മുമ്പ് ഞാൻ നഴ്സറിയിൽ പോയപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഈ വിങ്കാ റോസ് കണ്ടു. ഇതിനെ നമ്മൾ വിങ്കാ റോസ് എന്നും നിത്യകല്യാണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചൊരു ചെടിയാണ് ഞാൻ. 5 ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് എനിക്ക് കിട്ടിയത്. 5 ഇഞ്ചിൻ്റെ ചട്ടിയിലാണ്. ഇതിന് വാങ്ങിക്കുമ്പോൾ ഇത്ര ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പകുതി താഴെ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 2 മാസത്തോളമായി വാങ്ങിച്ചിട്ട് പിന്നെ വളർന്ന് ഇത്രയും വലുതായി. വാങ്ങിച്ച അന്ന് മുതൽ തുടങ്ങിയ പൂടലാണ്. ഇതുവരെ പൂ കൊഴിഞ്ഞിട്ടേ ഇല്ല. പൂവ് കൊഴിയല്ല, പൂവിടല് നിന്നിട്ടില്ല. ഒരേ കമ്പിലും ഇങ്ങനെ പുതിയ പുതിയ പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ വിത്ത് ഉണ്ടാവും. വിത്തിൽ നിന്നാണ് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലിപ്പോൾ വിത്ത് ആയി തുടങ്ങി, മൂത്തിട്ടില്ല, വിത്ത് ആയി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഈ ചെടിയിൽ നിന്നുകൊണ്ട് തന്നെ വിത്ത് മൂത്ത് അത് ഉണങ്ങി അതിൽ നിന്ന് വിത്ത് എടുക്കുന്നതാണ് നല്ലത്. നമ്മളിത് പൊട്ടിപ്പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഈ വിത്ത് പറിച്ച് വെയിലത്ത് ഇട്ടിട്ട് ഉണക്കി പിന്നെ പാകുന്നതിനേക്കാൾ ഗുണമേന്മ, അത് പ്രൊപ്പഗേഷൻ്റെ ഒരു കൂടുതൽ മുളച്ച് കിട്ടുന്നത് ചെടിയിൽ നിന്നുകൊണ്ട് തന്നെ മൂത്ത് ഉണങ്ങി കിട്ടുമ്പോഴാണ്. ഒരുപാട് വെള്ളമൊന്നും ഇതിന് ഒഴിച്ചു കൊടുക്കണ്ട. ഒരു ദിവസം രാവിലെ ഒരൊറ്റ നന മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ 5 ഇഞ്ചിൻ്റെ ചട്ടിയിൽ ഒരുപാട് മണ്ണൊന്നും ഇല്ല ഇതിൽ. എന്നാലും ഈ ഒരു മണ്ണ് ഇതിൽ നിന്നിട്ടാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് മണ്ണുള്ളത് കൊണ്ട് നമ്മൾ 2 നേരം നനയ്ക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ചട്ടിയിലൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒറ്റ നേരം നനച്ചാൽ മതി. കുറച്ചും കൂടെ ചെടി വലുതാവുകയും ചെയ്യും, കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മഴ സമയം ഇതിന് അത്ര നല്ലതല്ല. മഴ വരുമ്പോൾ മഴ കൊള്ളാണ്ട് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല മഴയൊക്കെ മാറി വെയിലുള്ള സമയത്താണ് ഇത് നന്നായി പൂക്കൾ ഉണ്ടാവുക. ഇത് ഈ ചെടിയുടെ വേറൊരു കളർ വെറൈറ്റി ആണ്. ഇത് മാത്രമല്ല, ഇതിന് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. പ്യുവറായിട്ട് വൈറ്റ് ഉള്ളതുണ്ട്, നന്നായി റെഡ് ഉള്ളതുണ്ട്, റെഡിന്റെ ആ ഒരു നടുക്ക് ഭാഗത്ത് വൈറ്റ് കളർ വരുന്നത്, അങ്ങനെ ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് ലഭ്യമാണ്. വിങ്കാ റോസ് നമുക്ക് ഒരുവിധം എല്ലാ നഴ്സറികളിലും വാങ്ങാൻ കിട്ടുന്ന ഒരു ചെടി തന്നെയാണ്. ഒരുപാട് വിലയും ഉണ്ടാവില്ല. അപ്പോൾ ഈ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒരുവിധം എല്ലാവരും വളർത്തുന്ന അറിയാം. എന്നാലും വളർത്തിയിട്ടില്ലാത്ത ആൾക്കാർ ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കി നോക്കുക.